രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്ധകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാത്മീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ രാമസ്തവം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സർഗമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ വാത്മീകിയുടെ രാമൻ മനുഷ്യനാണ് എന്ന് വാദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യനാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി, അദ്ദേഹം ഒരു ദേവനല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പലരും ഉദ്ധരിക്കുന്നൊരു വാക്യം ഈ സർഗത്തിലാണുള്ളത്. ആത്മാനം മാനുഷം മന്യേ രാമം ദശരഥാത്മജം എന്ന് രാമൻ ബ്രഹ്മാവിനോട് പറയുന്ന വാക്യത്തിൽ നിന്നാണ് പലരും വാത്മീകിയുടെ രാമൻ മനുഷ്യനാണെന്ന് മധ്യം ഈശ്വരൻ്റെ അവതാരം അല്ല എന്ന് പറയുന്നത്. പക്ഷേ ഈ സർഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിനെപ്പറ്റിയുള്ള വാത്മീകിയുടെ കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ സർഗത്തിലെ സൂചന. ഈ സർഗം ആരംഭിക്കുന്നത് സീതാദേവി പോയതിനെ തുടർന്ന്, സീതാദേവി അഗ്നിപ്രവേശം ചെയ്തതിനെ തുടർന്ന് അവിടെയുള്ള എല്ലാവരും ദുഃഖിതരായിട്ട് നിൽക്കുന്നു. രാമനും ഇനി എന്താണ് എന്നുള്ളൊരു ചിന്തയോടുകൂടി നിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ അവസരത്തിലാണ് ബ്രഹ്മാവും ശിവനും ഇന്ദ്രനും യമനും അഗ്നിയും വരുണനും അങ്ങനെ എല്ലാ ദേവന്മാരും അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വന്നു ചേരുന്നത്. അവരെല്ലാവരും അദ്ദേഹത്തിനെ കൈ ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിനോട് ഇങ്ങനെ ചോദിച്ചു. അദ്ദേഹം അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോൾ വളരെ ആദരവോടുകൂടി തൊഴുതുകൊണ്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിനോട് അവർ ചോദിച്ചു, അല്ലേ രാമ, അങ്ങ് എന്താണ് ഇങ്ങനെ അജ്ഞാനിയായി നിൽക്കുന്നത്? അഗ്നിയിൽ വീഴുന്ന ഈ സീതയെ അങ്ങ് എന്തുകൊണ്ടാണ് തടയാതിരുന്നത്? അങ്ങ് ദേവന്മാരിലെല്ലാം ശ്രേഷ്ഠനാണ് എന്നുള്ള കാര്യം അങ്ങേക്കറിയാത്തത് എന്തുകൊണ്ടാണ്? ഋതധാമ് എന്ന് പറയുന്നൊരു വസുവായിരുന്നു അങ്ങ് എന്നുള്ള കാര്യം അങ്ങേക്ക് ഓർമ്മയില്ലേ? ഈ ലോകത്രയത്തിനും ആദികർത്താവും പ്രഭുവുമെല്ലാമായത് അങ്ങ് തന്നെയാണ്. ആ ഏകാദശ രുദ്രന്മാരിലെ എട്ടാമനായ മഹാദേവനും അങ്ങാണ്. സദ്യന്മാരിലെ അഞ്ചാമനായ വീര്യവാനും അങ്ങാണ്. അശ്വിനി ദേവതകളാണ് അങ്ങയുടെ ചെവികൾ, സൂര്യചന്ദ്രന്മാരാണ് അങ്ങയുടെ കണ്ണുകൾ. ആദിമധ്യ അവസാനങ്ങളിലെല്ലാം അങ്ങയെ കാണപ്പെടുന്നുണ്ട്. എന്നിട്ടും ഒരു പ്രാകൃത മനുഷ്യനെ പോലെ സീതയെ കൈവെടിഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു ദേവന്മാർ. അപ്പോൾ അവർക്ക് മറുപടിയായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാക്യം, ആത്മാനം മാനുഷം മന്യേ രാമം ദശരഥാത്മജം എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന രാമനോട് ബ്രഹ്മാവ് വീണ്ടും പറയുകയാണ്, അല്ലേ സത്യപരാക്രമ, ഇതാ ഞാൻ സത്യമായിട്ടുള്ള വാക്ക് പറയുകയാണ്. ചക്രായുധനും പ്രഭുവും ശ്രീമാനുമായ ദേവൻ നാരായണൻ തന്നെയാണ് അങ്ങ്. ഏകശൃംഖനായ വരാഹമൂർത്തിയായിട്ട് അവതരിച്ചതും അങ്ങ് തന്നെയാണ്. വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ എല്ലാ ശത്രുഗണങ്ങളെയും ജയിക്കുന്നവനാണങ്ങ്. സത്യവും അക്ഷരവുമായ ബ്രഹ്മമാണങ്ങ്. ആദിയിലും മധ്യത്തിലും അന്തത്തിലുമെല്ലാം അങ്ങാണുള്ളത്. ലോകങ്ങൾക്കെല്ലാം പരമമായ ധർമ്മമാണങ്ങ്. വിശ്വക്സേനനാണങ്ങ്. ചതുർഭുജനാണങ്ങ്. ശംഖധന്വാവും ഋഷികേശനും പുരുഷനും പുരുഷോത്തമനും അജിതനും ഗദ്ഗധരനും വിഷ്ണുവും കൃഷ്ണനും ബൃഹദ്ബലനും സേനാനിയും ഗ്രാമണിയും എല്ലാം അങ്ങ് തന്നെയാണ്. ബുദ്ധിയും സത്വവും ക്ഷമയും ദമവും ഉത്പത്തിനാശങ്ങളും ഉപേന്ദ്രനും മധുസൂദനനും ഇന്ദ്രകർമാവും മഹേന്ദ്രനും പത്മനാഭനും രണാന്തകരനും ശരണ്യനും ശരണവും എല്ലാം അങ്ങ് തന്നെയാകുന്നു എന്ന് ആണ് ഈ ദിവ്യന്മാരായ മഹർഷിമാരെല്ലാവരും പറയുന്നത്. 1000 കൊമ്പുള്ളവനായ വേദാത്മാവ് അങ്ങാണ്. 100 തലയുള്ളവനും മഹാനായ ഋഷഭനും സ്വയം എല്ലാത്തിൻ്റെയും പ്രഭുവായിട്ടുള്ളവനും ഈ 3 ലോകത്തിൻ്റെയും ആദി കർത്താവുമാണ് അങ്ങ്. പൂർവജനായ അങ്ങ് സിദ്ധന്മാർക്കും സാധ്യന്മാർക്കും എല്ലാം ആശ്രയമാണ്. യജ്ഞങ്ങൾ, അതിലുപയോഗിക്കുന്ന വഷട്കാരം, ഓങ്കാരം എല്ലാം അങ്ങ് തന്നെയാണ്. എല്ലാത്തിനെയും പരനാണ് അങ്ങ്. അങ്ങയ്ക്ക് ആദ്യമോ അവസാനമോ എന്താണ് എന്ന് ആർക്കും അറിയില്ല. എല്ലാ ഭൂതങ്ങളിലും, പശുക്കളിലും ബ്രാഹ്മണരിലും എല്ലാ ദിക്കുകളിലും ആകാശത്തിലും പർവ്വതങ്ങളിലും നദികളിലും അങ്ങയെ കാണപ്പെടുന്നു. അപ്പം ഇതിൻ്റെ എല്ലാം മൂലാധാരമായിട്ടുള്ള ആത്മസ്വരൂപം അങ്ങ് തന്നെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഭൂമിയെയും സർവ്വപർവ്വതങ്ങളെയും ഭൂതങ്ങളെയും അങ്ങ് തന്നെയാണ് താങ്ങി നിർത്തുന്നത്. ഭൂമിയുടെ നാശത്തിൽ ജലത്തിൽ വലിയ സർപ്പമായി കിടക്കുന്നതും അങ്ങ് തന്നെയാണ്. രാമ, ലോകത്രയത്തെയും ദേവഗന്ധർവ ദാനവന്മാരെയും അങ്ങ് തന്നെയാണ് താങ്ങി നിർത്തുന്നത്. രാമ, ഞാൻ അവിടുത്തെ ഹൃദയമാകുന്നു. ദേവി സരസ്വതിയാണ് അവിടുത്തെ നാവാകുന്നത്. ഞാൻ നിർമ്മിച്ച ദേവന്മാരാണ് അങ്ങയുടെ ശരീരത്തിലെ ഓരോ രോമജാലങ്ങളുമായിട്ട് കാണുന്നത്. രാത്രിയും പകലുമാണ് അങ്ങയുടെ കണ്ണടച്ച് തുറക്കുന്ന സമയങ്ങൾ. വേദങ്ങൾ അങ്ങയുടെ സംസ്കാരങ്ങളാണ്. അങ്ങയെ കൂടാതെ ഈ ലോകത്ത് യാതൊരു വസ്തുവുമില്ല. ഈ ലോകത്തുള്ള എല്ലാം അങ്ങയുടെ ശരീരമാകുന്നു.
ഈ ഭൂമി മുഴുവൻ അങ്ങയുടെ സ്ഥിരമായ ശരീരമാണ് എന്നാണ് പറയുന്നത്. അഗ്നി അങ്ങയുടെ കോപം ആണ് എന്ന് പറയുന്നു. ചന്ദ്രൻ അങ്ങയുടെ പ്രസാദമാണ് എന്ന് പറയുന്നു. ശ്രീവത്സലക്ഷണ ലക്ഷിതനാണ് അങ്ങ്. കൊണ്ട് ഈ 3 ലോകത്തെയും അളന്നതും അങ്ങ് തന്നെയാണ്. ബലിയെ ബന്ധിച്ച് ഇന്ദ്രനെ ദേവരാജാവാക്കിയത് അങ്ങ് തന്നെയാണ്. സീത ആ ലക്ഷ്മി ഭഗവതിയും അങ്ങ് വിഷ്ണുവുമാകുന്നു. ദേവനും കൃഷ്ണനും പ്രജാപതിയുമാണ് അവിടുന്ന്. അല്ലേ ധർമ്മിയോത്തമ, രാവണവധത്തിനായിക്കൊണ്ട് അങ്ങ് മാനുഷവേഷം ധരിച്ചതാണ്. ഞങ്ങളുടെ അക്കാര്യം അങ്ങ് നിർവഹിച്ചു കഴിഞ്ഞു. രാമ, രാവണൻ കൊല്ലപ്പെട്ടു. ഇനി അങ്ങേക്ക് സ്വർഗ്ഗലോകത്തിലേക്ക് തിരിച്ചു പോകാവുന്നതാണ്. അങ്ങയുടെ വീര്യം കൊണ്ട് അല്ലെങ്കിൽ അങ്ങയുടെ പ്രവൃത്തികളെല്ലാം സഫലമായി തീർന്നു. അങ്ങയുടെ പരാക്രമങ്ങളൊന്നും ഒരിക്കലും വിഫലമാവുകയില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അങ്ങയുടെ ദർശനം തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അങ്ങയെ സ്തുതിക്കാൻ കഴിയുന്നത് വലിയ പുണ്യം തന്നെയാണ്. ഭൂമിയിൽ അങ്ങയിൽ ഭക്തിയുള്ള മനുഷ്യന്മാരെല്ലാവരും സഫലന്മാരായിത്തീരും. അവരുടെ എല്ലാ കർമ്മങ്ങളും സാധിക്കും. നിത്യനും ദേവനും പുരാണനും പുരുഷോത്തമനുമായ അങ്ങയെ ഭജിക്കുന്നവർ ഈ ലോകത്തും പരലോകത്തും എല്ലാ ആഗ്രഹങ്ങളും നേടും. ഈ ആശ്രവും ദിവ്യവും ഇതിഹാസവുമായ സ്തോത്രം കേൾക്കുന്ന മനുഷ്യർക്ക് എവിടെയും പരാജയമില്ല എന്നാണ് ഇതിൻ്റെ ഒരു ഫലശ്രുതി കൂടി, ഈ രാമസ്തവത്തിൻ്റെ ഫലശ്രുതി കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.